ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെ UDF മാറിയിരിക്കുകയാണ്. എന്തായാലും UDF അതിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ സംഘപരിവാർ സംഘടനകളും അതേപോലെ BJPയും ഒക്കെ ഉയർത്തിയ ഒരു നിലപാടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ഒരു കച്ചവട താല്പര്യം, വാണിജ്യ താല്പര്യത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്ന ഒരു അടിസ്ഥാനത്തിൽ ഊന്നിയുള്ള പരിപാടിയാണെന്നുള്ളത്. എന്തായാലും UDF ആ നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഒട്ടേറെ സംശയങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ്, ദുരൂഹതകൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ എതിർക്കുന്നത്. അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ സർക്കാർ പാടില്ല. സർക്കാരല്ലല്ലോ ചെയ്യേണ്ടത്, ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് കേരള സർക്കാരാണ്. അതിനൊരു കാരണമുണ്ട്, കാരണം അടുത്ത തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ അത് CPMൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു വലിയ വേദിയാക്കി അതിനെ മാറ്റിയെടുക്കണം. അത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ ഇതിനെ തൊടിയിക്കാത്തത്. അതേസമയം ദേവസ്വം ബോർഡ് ഇതിൻ്റെ പണം ചെലവഴിക്കണം, ദേവസ്വം ബോർഡ് ഇതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണം, പമ്പ അതിനു വേണ്ടി ഉപയോഗിക്കുകയും വേണം. ഇനി സ്പോൺസർമാരെ കണ്ടെത്താനാണ് എങ്കിൽ, വലിയ വലിയ വ്യവസായികളെ കണ്ടെത്താനാണെങ്കിൽ ഏതെങ്കിലും ഒരു താജ് ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ച് നടത്തേണ്ട കാര്യമുള്ളൂ. പമ്പ എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ബന്ധമുള്ളതാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ശബരിമലയായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് അയ്യപ്പന്മാർ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അവരുടെ ഒട്ടേറെ ഉത്കണ്ഠയുണ്ട്, വേദനയുണ്ട്, അവർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ KPMS അടക്കമുള്ള സംഘടനകൾ ആദ്യകാലത്ത് തന്നെ സർക്കാരിനൊപ്പം നിലയുറപ്പിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ യുവതീ പ്രവേശനത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം അനുകൂലമായിട്ട് നിന്നിട്ടാണ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതേ തുടർന്നാണ് വനിതാ മതിലിനും സപ്പോർട്ടായിട്ട് നിന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ KPMS ജനറൽ സെക്രട്ടറിയെ തിരുത്തിയിരിക്കുകയാണ്. വനിതാ പ്രവേശനത്തിന് അനുകൂല നിലപാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവരെ വഞ്ചിക്കുകയാണ്. അന്ന് ഒപ്പം നിർത്തിയ ആൾക്കാർ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്, സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥമായ ഒരു നിലപാടായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഒപ്പം നിന്നു. ഇപ്പോൾ ഗവൺമെൻറ് കളം മാറി ചവിട്ടുകയാണ്. കാരണം സന്ദർഭത്തിനൊത്ത്, അവസരത്തിനൊത്ത് അവർ സ്വന്തം നിലപാടുകൾ മാറ്റുകയാണ്. ഇപ്പം നിലപാട് മാറ്റിയതിന് കാരണങ്ങളുണ്ട്, കാരണം അടുത്ത തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിലപാട് മാറ്റിയേ മതിയാകൂ എന്നവർക്കറിയാം. പക്ഷേ നിലപാട് മാറ്റുന്നതിൽ ആത്മാർത്ഥതയുണ്ടോ? നിലപാട് മാറ്റാം, പക്ഷേ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം നിലപാട് മാറ്റുമ്പോൾ തന്നെ ഈ ഭക്തജനങ്ങളോട് അന്ന് ചെയ്ത ദ്രോഹങ്ങളുണ്ട്. ആ എണ്ണി അത് ഓരോ അയ്യപ്പന്മാരും ചോദിക്കുകയാണ്, ആ കേസ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല? അതുപോലെ നിരവധി ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ തൊഴിൽ അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുമോ? അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുമോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ സത്യവാങ്മൂലം എന്ന് പറയുന്ന ഒരു കാര്യത്തിലും ഗവൺമെൻറ് നയം വ്യക്തമാക്കാത്തത്. നിങ്ങളുടെ നിലപാട് തിരുത്തിയെങ്കിൽ, പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിൽ സത്യവാങ്മൂലം കൂടി അങ്ങ് പിൻവലിക്കണം. എങ്കിലേ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ KPMSനെയും പോലെയുള്ള സംഘടനകളെയും വഞ്ചിച്ചു. ഇവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടി അന്ന് നിലകൊള്ളുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ ഒരു ഇരട്ടത്താപ്പാണ്. ഈ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥത തെല്ലുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയ്യപ്പ സംഗമത്തിന് അയ്യപ്പന്മാരുടെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് നടത്തുന്നത്. വെറും കച്ചവട താല്പര്യം മാത്രമാണ്. തീർത്തും കച്ചവട താല്പര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അയ്യപ്പ സംഗമം എന്നുള്ളതാണ് BJP പറഞ്ഞു വയ്ക്കുന്നതിലും KPMS അടക്കമുള്ള സംഘടനകളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ മുൻപോട്ട് പോകുന്നതെന്നും BJP പറഞ്ഞു വയ്ക്കുന്നു.